കോഴിക്കോട് DDE ഓഫീസിലേക്ക് KSUവിന്റെ പ്രതിഷേധം. 10ാം ക്ലാസ് ചോദ്യപേപ്പറുകൾ ട്യൂഷൻ സെന്ററുകൾ വഴി ചോരുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഏത് തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച എന്നാണ് KSU ആരോപിക്കുന്നത്? 10ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് KSUവിന്റെ പ്രതിഷേധം. DDE ഓഫീസിലേക്കാണ് KSU പ്രതിഷേധം നടത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ പ്രതിഷേധം തുടരുന്നുണ്ടോ? എന്താണ് പശ്ചാത്തലം? തീർച്ചയായും പ്രതിഷേധം തുടരുകയാണ്. DDE ഓഫീസിനുള്ളിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 6 പ്രവർത്തകരെ പോലീസ് DDE ഓഫീസിനകത്തേക്ക് കടത്തിയിരിക്കുന്നു. അവർ DDE ഓഫീസിലെത്തി DDEയുമായി സംസാരിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പുറത്തേക്ക് അകത്തേക്ക് കയറ്റിവിടാൻ തന്നെ പോലീസ് തയ്യാറായില്ല. വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ടെങ്കിലും 6 പ്രവർത്തകരെയാണ് ഇപ്പോൾ DDE ഓഫീസിനുള്ളിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത്. ആദ്യം ഒരാളെ മാത്രമേ അനുവദിക്കൂ എന്ന് പോലീസ് അറിയിച്ചെങ്കിലും പിന്നീട് പ്രവർത്തകർ പ്രതിഷേധം ഉണ്ടാക്കിയതോടെ 6 പരിഷ്കരിക്കുന്നു. ഇത് തുടർച്ചയായ 3ാം വർഷമാണ് ഈ പരീക്ഷാ പേപ്പറുകൾ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ വഴി അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് സെന്ററുകൾ പുറത്തേക്ക് വരുന്നത്. പരീക്ഷയ്ക്ക് വന്നതിൽ 80%-ലധികം ചോദ്യങ്ങൾ ഈ സ്വകാര്യ ഓൺലൈൻ സൈറ്റുകളിൽ അല്ലെങ്കിൽ യൂട്യൂബുകൾ വഴി ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നത്തെ പ്രതിഷേധം. കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നത്. 10ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ ചോരുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് KSUവിന്റെ പ്രതിഷേധം തുടരുന്നത്.